അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും പൊതുപരീക്ഷ ടൈം ടേബിളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസം പകുതിയായിപ്പോൾ. ഇനി അടുത്ത മാസം ജനുവരിയാണ് പരീക്ഷ. ജനുവരി ലാസ്റ്റ് 24-ാം തീയതിയും 25-ാം തീയതിയും 2 ദിവസം കൊണ്ട് പരീക്ഷ തീരും. അപ്പോൾ പരീക്ഷൻ്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. ഇൻഷാ അള്ളാ നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം. എല്ലാവരും നന്നായി പഠിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. ഇൻഷാ അള്ളാ നമുക്ക് ഉഷാറായിട്ട് നോക്കണം. എല്ലാ വിഷയങ്ങളും നോക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഫിഖ്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ ഫിഖ് ആണ് 5ാം ക്ലാസ്സുകാർക്ക്. പിന്നെ 11 മണി മുതൽ 1 മണി വരെ 11 മണി മുതൽ 1 മണി വരെ ലിസാനുൽ ഖുർആനും തജ്വീദും കൂടിയും. പിന്നെ അന്ന് മൂന്നാമത്തെ ഒരു പരീക്ഷ ഉണ്ട്. 2 മണി മുതൽ 4 മണി വരെ ഖുർആനും ഹിഫ്ലും. അപ്പോൾ ഒന്നാമത്തെ ദിവസം 3 പരീക്ഷ ഉണ്ട്. ശനിയാഴ്ച 3 പരീക്ഷ ഉണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ലിസാനുൽ ഖുർആനും തജ്വീദും കൂടി 100 മാർക്കിലേക്കായിരിക്കും പരീക്ഷ. എല്ലാവർക്കും അറിയാലോ. പിന്നെ ഫിഖ്, അപ്പോൾ ആദ്യത്തെ വിഷയം ഫിഖ് ആണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അരക്കൊല്ല പരീക്ഷ പോലെ കാക്കൊല്ല പരീക്ഷ പോലെ എന്തില്ല, ഒരു ദിവസം മുഴുവൻ പഠിക്കാനുള്ള സമയമല്ല. ഇപ്പോൾ കാക്കൊല്ല പരീക്ഷക്കോ അരക്കൊല്ല പരീക്ഷക്കോ ഒക്കെ ഇന്ന് ഫിഖ് ആണെങ്കിൽ നാളെ ലിസാൻ ആയിരിക്കും. അപ്പോൾ ഫിഖ് പരീക്ഷ കഴിഞ്ഞിട്ട് ലിസാന് എമ്പാടും നോക്കാൻ സമയം ഉണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു ദിവസം തന്നെ 3 പരീക്ഷ അല്ലെങ്കിൽ 2 പരീക്ഷ ഉണ്ടാകും. അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റ് നോക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും നന്നായി പഠിക്കണം. ഈ സമയം മുതൽ തന്നെ ഒരു മാസം അധ്വാനിച്ച് നല്ല ഉഷാറായിട്ട് പഠിച്ച് ഇൻഷാ അല്ലാഹ് നല്ല മാർക്ക് വാങ്ങണം. പിന്നെ അപ്പോൾ ഒന്നാമത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. പിറ്റത്തെ ദിവസം 2 പരീക്ഷ ഉള്ളത്. 25-ാം തീയതി രാവിലെ 8 മണി മുതൽ 10 മണി വരെ അഖീദ, 2 മണിക്കൂറും അല്ലേ, അഖീദ. പിന്നെ അന്ന് 11 മണി മുതൽ 1 മണി വരെ താരീഖും അഖ്ലാഖും. ഉച്ചയാകുമ്പോഴേക്ക് പരീക്ഷ കഴിയും. താരീഖും അഖ്ലാഖും ഒരു പേപ്പർ ഒരുമിച്ചായിരിക്കും, ഒരു പരീക്ഷ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ പരീക്ഷ.